ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ വോട്ട് വർധന ഉണ്ടാക്കുവാൻ സാധിക്കുന്ന കോൺഗ്രസിന് എന്തുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യമായ രീതിയിൽ മുന്നേറ്റം നടത്തുവാൻ സാധിക്കാതെ പോകുന്നത്? 2019 വിജയത്തിൽ കോൺഗ്രസ് കരുതിയിരുന്നത് 2021 മാറി മാറി വരുന്ന ഭരണം തന്നെയായിരിക്കും കേരളത്തിലും ഉണ്ടാകുക എന്നായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് കൂപ്പുകുത്തിയത്. പിന്നീട് 2024 ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ രീതിയിലുള്ള വിജയം കോൺഗ്രസ് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ BJPയുടെ അതിപ്രസരം കോൺഗ്രസിനെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വെല്ലുവിളി കോൺഗ്രസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. നിലവിൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്ന് കൊല്ലമാണ്. കൊല്ലം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉരുക്കുകോട്ട തന്നെയാണ്. ഈഴവ സമുദായവും പിന്നാക്ക സമുദായങ്ങളെല്ലാം കാര്യമായ രീതിയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം. പക്ഷേ അതേ കൊല്ലം ജില്ലയിലെ ഏറ്റവും ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായം ഇടതുപക്ഷത്തു നിന്ന് പിന്മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത മങ്ങുന്നുണ്ട്. കോൺഗ്രസിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. ആർ ശങ്കർ ആദ്യമായി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ ഈഴവ സമുദായത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായി പരിഗണന നൽകിയത് ആ സമുദായത്തിൽപ്പെട്ടൊരു നേതാവിനാണ്. പക്ഷേ കാലക്രമേണ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈഴവ സമുദായവുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ പരിഗണിക്കുന്നതിലും കോൺഗ്രസ് പിന്നോക്കം പോയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി കൊല്ലത്തേക്ക് കാര്യമായ രീതിയിൽ പ്രവേശിക്കുവാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് കോൺഗ്രസ് ഉള്ളത്. BDJSൻ്റെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ BJPക്ക് വലിയ സാധ്യത കൊല്ലത്തുണ്ട് എന്ന കണക്കൂട്ടൽ അവർ നടത്തുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം കുറച്ചുകൂടി കാര്യമായി പരിശോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസിനും വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ കൊല്ലം ജില്ലയിൽ ആ കൊല്ലം ജില്ലയുടെ പരിധിയിൽ വരുന്ന ആ ജില്ലയിൽ ഉൾപ്പെടുന്ന 3 ലോക്സഭാ മണ്ഡലങ്ങൾ, ഒന്ന് മാവേലിക്കര, മറ്റൊന്ന് കൊല്ലം, പിന്നീടൊന്ന് ആലപ്പുഴ. ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഉള്ളിൽ വരുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. അതായത് ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാലും, കൊല്ലത്ത് നിന്ന് NK പ്രേമചന്ദ്രനും, മാവേലിക്കരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷും 3 പേരും കാലങ്ങളായി പാർലമെൻറ്റിനുള്ളിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവർ തന്നെയാണ്. പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. കൊല്ലം ജില്ലയുടെ ഭൂരിഭാഗ പ്രദേശവും ഉൾക്കൊണ്ടുവരുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ MP എന്ന രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തു നിന്ന് ലഭിച്ച ജനപിന്തുണ വളരെ കുറവായിരുന്നു. കരുനാഗപ്പള്ളിയും കുണ്ടറയും ചവറയും കൊല്ലവും ഒക്കെ ഉൾക്കൊള്ളുന്ന കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര അടക്കമുള്ള പത്തനാപുരം അടക്കമുള്ള പല പ്രദേശങ്ങളിലും, അതായത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പത്തനാപുരം, അതുപോലെ തന്നെ കൊട്ടാരക്കര, ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ നിന്ന്, കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് കാര്യമായ രീതിയിലുള്ള വോട്ട് വർധനവ് കൊടിക്കുന്നിൽ സുരേഷിന് ഉണ്ടായിട്ടില്ല. ആ വിമർശനം അദ്ദേഹം പല വേദികളിലും അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഒരു വേദിയിൽ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്ത കാര്യമാണിത്. അവിടെ 17,000-ന്റെ ഭൂരിപക്ഷം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കുവാൻ സാധിച്ചത്. അതായത് കൊല്ലം കാര്യമായ രീതിയിൽ കൊടിക്കുന്നിലിനെ പരിഗണിച്ചിട്ടില്ല എന്ന ഒരു വലിയ വിഷമം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ KC വേണുഗോപാലിന് കാര്യമായ രീതിയിൽ ജനപിന്തുണ ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. കരുനാഗപ്പള്ളി മണ്ഡലം ഉൾപ്പെടുന്ന, കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പ്രദേശങ്ങൾ. അവിടെ നിന്ന് CR മഹേഷ് എന്ന ആ പ്രാദേശിക MLA നിലവിൽ കോൺഗ്രസിന് കൊല്ലം ജില്ലയിൽ പിന്തുണയുള്ള അല്ലെങ്കിൽ വിജയിച്ച് നിൽക്കുവാൻ കഴിയുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് കുണ്ടറ, മറ്റൊന്ന് കരുനാഗപ്പള്ളി. കുണ്ടറയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്ന് KC വേണുഗോപാൽ ലഭിച്ചിട്ടുള്ള ജനപിന്തുണ അത് വലിയ രീതിയിൽ ഉള്ളത് തന്നെയാണ്. CR മഹേഷിന് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ജനപിന്തുണയോടൊപ്പം തന്നെ KC വേണുഗോപാലിനും കാര്യമായ രീതിയിലുള്ള പിന്തുണ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ്റെ കുത്തക മണ്ഡലമാണ്, തട്ടകമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗം എല്ലാം ഉൾക്കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തോട് വലിയ പരിഗണന നൽകുന്ന കൊല്ലം ജില്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും NK പ്രേമചന്ദ്രനോടൊപ്പം നിന്നിട്ടുണ്ട്. ആത്മവിശ്വാസം അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ തന്നെയുണ്ട്. ഇടതുപക്ഷത്തോട് പിണങ്ങി പിരിഞ്ഞ് കോൺഗ്രസ് പക്ഷത്തിലേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രന് ആത്മവിശ്വാസം നൽകിയതും ഇതേ UDF ആയിരുന്നു. അദ്ദേഹം UDFനോടൊപ്പം ഇന്നും അടിയുറച്ച് നിൽക്കുന്നുണ്ട്. ചവറ മണ്ഡലം അടക്കമുള്ള RSPയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട് പോയപ്പോഴും കൊല്ലം ലോക്സഭാ മണ്ഡലം RSPയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ NK പ്രേമചന്ദ്രൻ്റെ വ്യക്തിപ്രഭയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങൾ UDFന് അനുകൂലമായ മണ്ഡലമാണ് എന്നുള്ളതാണ് പ്രാദേശിക പരിശോധനയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കരുനാഗപ്പള്ളിയാണ്.
കരുനാഗപ്പള്ളിയിൽ 2016 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CR മഹേഷ് ദയനീയമായി പരാജയപ്പെട്ടു പോയെങ്കിലും പരാജയപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ ആ മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തി മുൻപോട്ട് പോകുന്ന ഒരു നേതാവാണ് CR മഹേഷ്. ആഡംബരങ്ങളില്ലാത്ത രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിനുള്ള ജനപങ്കാളിത്തവും ജനപിന്തുണയും ചെറുതല്ല എന്ന ബോധ്യം ഇടതുപക്ഷത്തിന് കാര്യമായ രീതിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് കരുനാഗപ്പള്ളി എന്തു പറഞ്ഞാലും കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം തന്നെയാണ്. അവിടെ CR മഹേഷ് എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭ ഇടതുപക്ഷത്തിന് അത്ര എളുപ്പത്തിലൊന്നും മായ്ക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കുറയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് കോൺഗ്രസിന് 2026 അടിവരയിട്ട് വിജയമുറപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് കരുനാഗപ്പള്ളിയാണ്. അടുത്തത് ചവറ മണ്ഡലമാണ്. ചവറ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ചവറ മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിന്റെ മകനായ ഷിബു ബേബി ജോൺ അവിടെയും കാര്യമായ രീതിയിലുള്ള പരാജയത്തിലേക്ക് UDF കൂപ്പുകുത്തി വീണിട്ടുണ്ട്. ഷിബു ബേബി ജോണിലൂടെ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ചവറയിൽ ഉണ്ട് എന്നും അവിടെ ഇടതുപക്ഷത്തോടുണ്ടായിരുന്ന ജനപിന്തുണയും ജനപങ്കാളിത്തവും ഭരണവിരുദ്ധ വികാരത്തെ തുടർന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള കോൺഗ്രസിന്റെ ബോധ്യം ഷിബു ബേബി ജോണിനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയാൽ അവിടെ വിജയിക്കുവാൻ കഴിയുമെന്ന കണക്കൂട്ടലും അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും അവിടെ വിജയിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ചവറ പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യവും അവിടെ തന്നെയുണ്ട്. മറ്റൊന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മയാണ്. അതായത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി മന്ത്രിസഭയിലെത്തിയ ജെ മേഴ്സിക്കുട്ടിയമ്മ. ആ ജെ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുവാൻ കുണ്ടറയിലേക്ക് AICC സെക്രട്ടറിയായ PC വിഷ്ണുനാഥിനെ നിയമിക്കുന്നു. PC വിഷ്ണുനാഥിൻ്റെ ചെറുപ്പവും ചടുലതയും കാര്യമായ രീതിയിൽ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ സാധിച്ച പിന്തുണയും എല്ലാം കുണ്ടറയിൽ കോൺഗ്രസിന് വിജയം തെളിയിക്കുന്നു. കുണ്ടറ അങ്ങനെ ഒരു കോൺഗ്രസ് മണ്ഡലമായി മാറുന്നതിൻ്റെ ആദ്യ കടമ്പ വിജയകരമായി പൂർത്തീകരിക്കുന്നു. ഇപ്പോഴും PC വിഷ്ണുനാഥ് ആ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ മണ്ഡലവുമായി വലിയ ബന്ധം പുലർത്തുന്നുണ്ട്. അദ്ദേഹം ഒരു കൊട്ടാരക്കരക്കാരനാണെങ്കിൽ പോലും കുണ്ടറയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ജനങ്ങൾക്കിടയിലെ ഭരണവിരുദ്ധ വികാരം, അതൊക്കെ കാര്യമായ രീതിയിൽ അലയടിക്കുന്നു. അദ്ദേഹം അവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കുണ്ടറയിൽ PC വിഷ്ണുനാഥിന് വിജയിക്കുവാൻ കഴിയുന്ന ഒരു കളം തീർത്തിട്ടുണ്ട് എന്ന് നിസ്സംശയം കോൺഗ്രസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കണക്കൂട്ടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട മണ്ഡലം കുണ്ടറയാണ്. മറ്റൊന്ന് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊല്ലം ജില്ലയുടെ MLA M മുകേഷാണ് എന്നുള്ളതാണ്. M മുകേഷിനെതിരെ പീഡന ആരോപണം അടക്കമുള്ള വളരെ ക്രൂരമാർന്ന ആരോപണങ്ങൾ പലതും ഉയർന്നിട്ടുണ്ട്. എന്തിനേറെ CPMന്റെ പല പൊതുവേദികളിലും മുകേഷിനെ ക്ഷണിക്കാതിരുന്നത് പോലും അദ്ദേഹത്തിന് നിലവിലുള്ള വ്യക്തിപ്രഭയിൽ വലിയ മങ്ങലുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രനെതിരായി സ്വന്തം ലോക്സഭാ മണ്ഡലമായ കൊല്ലത്ത് നിന്ന് മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹം പരാജയപ്പെട്ടത് വളരെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ്. അത് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പരാജയ ഭീതിയും ചെറുതല്ല. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണ മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണ തന്നെയായിരുന്നു മത്സരിച്ചതെങ്കിൽ പോലും കുറഞ്ഞ വോട്ടിൽ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യം മുൻകൂർ കണ്ടുകൊണ്ട് കൊല്ലത്ത് തന്നെ മറ്റെല്ലാ ചുമതലകളെയും മാറ്റി നിർത്തിക്കൊണ്ട് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും അവർ എടുക്കുന്നുണ്ട്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കൊല്ലത്തെ ഒരു വിജയപ്രതീക്ഷയുള്ള മണ്ഡലമായി തന്നെ കണക്കാക്കുന്നുണ്ട്. കൊല്ലം നിയമസഭാ മണ്ഡലം അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ കരങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നു എന്ന ഒരു കണക്കൂട്ടലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. മറ്റൊന്ന് ഇരവിപുരമാണ്. ഇരവിപുരത്തെ സംബന്ധിച്ച് അവിടെ ലീഗിൻ്റെ മണ്ഡലമാണ്, ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ലീഗിന് അവിടെ സാധ്യത കുറവാണ് എന്ന ബോധ്യമുള്ള UDF ഇത്തവണ ലീഗിനെ കുറിച്ചുള്ള സ്വാധീനവും സാധ്യതയുമുള്ള മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് ആ മണ്ഡലം മാറ്റി കൊടുത്തുകൊണ്ട് ഇരവിപുരം ഏറ്റെടുത്തവർ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു യുവമുഖത്തെ മത്സരിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇരവിപുരത്തിൻ്റെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരവിപുരത്ത് മത്സരിക്കുവാൻ സാധ്യത അവിടെയും ബിന്ദു കൃഷ്ണയെ പരിഗണിക്കണം എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. 50% 70 സമുദായത്തിന് പ്രാധാന്യമേറെയുള്ള ഇരവിപുരത്ത് കാര്യമായ രീതിയിൽ ബിന്ദു കൃഷ്ണയെ കൂടി പരിഗണിക്കണം എന്നുള്ള തീരുമാനം കാര്യമായ രീതിയിൽ അവർ എടുക്കുന്നുണ്ട്. ആ ഇരവിപുരത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവ മുഖത്തെ നിലവിൽ സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലോ ഒക്കെ കത്തി നിൽക്കുന്ന ഏതെങ്കിലും ഒരു യുവമുഖത്തെ പരിഗണിച്ച് ലീഗിനെ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ, ലീഗിൻ്റെ സാധ്യത അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഇരവിപുരത്ത് സാധ്യത ഉണ്ട് എന്ന കണക്കൂട്ടിലാണ് UDFിനുള്ളത്. എന്തായാലും ഈ 6 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പത്തനാപുരം മണ്ഡലം മാത്രമാണ് UDFിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലം. അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും രാഷ്ട്രീയകാര്യ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ജനസ്വീകാര്യതയും ജനപങ്കാളിത്തവും നേടിയെടുത്തിട്ടുള്ള ഗണേഷ് കുമാർ, ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭയിൽ തന്നെയാണ് UDFും കഴിഞ്ഞ കാലങ്ങളിൽ പത്തനാപുരത്ത് നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹം പാർട്ടി മാറിയപ്പോഴും അതേ വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് എത്തിയതിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പാർട്ടിയേക്കാൾ മുകളിലേക്ക് ഗണേഷ് കുമാറിനുള്ള ജനസ്വീകാര്യതയാണ്. അതുകൊണ്ട് ഈ മണ്ഡലം ഒഴികെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മത്സരിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
രാഷ്ട്രീയ സാഹചര്യം എന്തെന്നാൽ അവിടെ ആർ എസ് പിയും ലീഗും കോൺഗ്രസും യു ഡി എഫും ആർ എസ് പിയും ലീഗും അങ്ങനെ ഒട്ടുമിക്ക ഘടകകക്ഷികൾ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് കുന്നത്തൂർ മണ്ഡലം, അതായത് കോവൂർ കുഞ്ഞുമോൻ കാലങ്ങളായി MLA ആയിരിക്കുന്ന കുന്നത്തൂർ മണ്ഡലത്തിൽ നിരന്തരമായി അദ്ദേഹം തന്നെ മണ്ഡലത്തിൽ MLA ആയി വിജയിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഭരണവിരുദ്ധ വികാരം കൂടി കാര്യമായി പരിഗണിക്കപ്പെടുമ്പോൾ അവിടെ ഉല്ലാസ് കോവൂറിനെ മത്സരിപ്പിച്ച് വിജയിക്കുവാൻ സാധിക്കുമെന്ന കണക്കൂട്ടൽ കൂടി കോൺഗ്രസ് ഉണ്ട്. അങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങൾ, ഈ 6 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന് വിജയപ്രതീക്ഷ ഏറെ ഉള്ളത്.